മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ ശിവസേന ഉദ്ധവ് വിഭാഗം വിട്ട എംപിമാരുടെ കൂറുമാറ്റം അംഗീകരിച്ചു. 6 വിമത എംപിമാരുടെ ശിവസേന ഷിൻഡെയിലേക്കുള്ള മാറ്റമാണ് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചത്. ഇതോടെ ശിവസേന ഷിൻഡെ വിഭാഗത്തിന് സഭയിൽ 13 എംപിമാരായി, ശിവസേന ഉദ്ധവ് പക്ഷത്തിന് 3 എംപിമാരായും ചുരുങ്ങി. YS അഭിനന്ദ് വീണ്ടും ചേരുകയാണ് ദില്ലിയിൽ നിന്ന്. അഭിനന്ദ്, അങ്ങനെ താക്കറെ വിഭാഗം വീണ്ടും അപ്രസക്തമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാമല്ലേ? തീർച്ചയായും ആര്യ, ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നുള്ള എംപിമാർ ആകെപ്പാടെ മലക്കം മറന്ന സാഹചര്യം നിലവിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ 13 എംപിമാരായി ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ അംഗങ്ങൾ മാറിയിരിക്കുകയാണ്. ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ് ഇപ്പോൾ നിലവിൽ അത് അംഗീകരിച്ചുകൊണ്ടുള്ള പത്രക്കുറിപ്പ് സെക്രട്ടേറിയറ്റിന് കൈമാറിയിരിക്കുന്നത്. ഇതോടുകൂടി ശിവസേന ഷിൻഡെ വിഭാഗത്തിന്റെ ലോക്സഭയിലെ അംഗങ്ങളുടെ എണ്ണം 13ആയും ഉദ്ധവ് പക്ഷത്ത് 3 എംപിമാരായി ചുരുങ്ങിയിരിക്കുകയാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയ സമയത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഇത് മാറുന്നു എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. കാര്യം ഒരുപാട് നാളുകളായി ഇത്തരത്തിലേക്ക് എൻ ഡി എയിലേക്ക് ചേക്കേറിയ ഏക്നാഥ് ഷിൻഡെയുടെ കൂടെ കുറേയധികം ആളുകൾ ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗത്തിൽ നിന്നും മാറുന്നു എന്നുള്ള അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പാർട്ടി ആകപ്പാടെ പിളരുന്നു എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നത്. അങ്ങനെ 13 എംപിമാരാണ് ഇപ്പോൾ ശിവസേന ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ നിന്നായത്. 6 എംപിമാരാണ് പൂർണ്ണമായിട്ടും ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേക്കേറുന്നത്. അവരുടെ പദവിയാണ് ഇപ്പോൾ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ചത്. ഇതോടുകൂടി ഉദ്ധവപക്ഷം ആകെപ്പാടെ അപ്രസക്തമായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദ്ധവപക്ഷത്ത് വെറും 3 എംപിമാർ, ഏക്നാഥ് ഷിൻഡെ വിഭാഗത്തിൽ 13 എംപിമാർ എന്നതാണ് ഇപ്പോഴത്തെ കക്ഷി നില. ആര്യ. ഓക്കെ അഭിനന്ദ്. YS അഭിനന്ദാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകി.